ഹായ്, എല്ലാവരെയും സ്നേഹത്തോടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങൾ യാദർച്ഛികമായി സംഭവിക്കാറില്ലേ? നമ്മൾ ആരോടെങ്കിലും ഒരു കാര്യം ചോദിക്കണമെന്ന് കരുതിയിരിക്കുമ്പോഴായിരിക്കും അവർ അങ്ങോട്ട് വിളിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളൊരു പ്രശ്നത്തിൽ കുടുങ്ങി കിടക്കുമ്പോൾ പെട്ടെന്നൊരു പരിഹാരം ഒരു പാട്ടിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ വഴിയിൽ കണ്ട ഒരു ബോർഡിൽ കാണാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചാലില്ലെങ്കിലും ഈ പ്രപഞ്ചം നിങ്ങളോട് നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നയിക്കുവാനും ശരിയായ വഴി കാണിക്കുവാനും പ്രപഞ്ചം നൽകുന്ന ആ രഹസ്യമായിട്ടുള്ള 15 കാര്യങ്ങൾ അല്ലെങ്കിൽ 15 രഹസ്യ അടയാളങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാം. വീഡിയോയിലേക്ക് പോകുന്ന മുന്നേ വളരെ പോസിറ്റീവായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾക്ക് വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഫാമിലിയിൽ നിങ്ങൾക്ക് അസോസിയേറ്റ് ചെയ്യാം. ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ കമൻറ്റിലോ കൊടുത്തിട്ടുള്ള വാട്സപ്പ് ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റായിട്ട് നമ്മുടെ ഫാമിലിയുമായിട്ട് നിങ്ങൾക്ക് അസോസിയേറ്റ് ചെയ്യാം. എല്ലാ ദിവസവും രാവിലെ ഫ്രീ ക്ലാസ് ഉണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻസ്, വിഷ്വലൈസേഷൻസ്, അതുപോലെ മണി അഫർമേഷൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നുണ്ട്. അതുപോലെ വളരെ ഊർജ്ജത്തോടെ രാവിലെ എണീറ്റ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള മോട്ടിവേഷൻ നൽകുന്നുണ്ട്. നിങ്ങളുടെ ട്രൈബ് മാറ്റിയാൽ മാത്രമേ നിങ്ങളുടെ വൈബ് മാറ്റാൻ പറ്റുള്ളൂ. നിങ്ങളുടെ വൈബ് മാറ്റിയാൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആവത്തുള്ളൂ. സോ ഗോഡ് ബ്ലെസ് യു. വീഡിയോയിലേക്ക് പോവാം. പ്രപഞ്ചം സംസാരിക്കുന്നത് നമ്മളെപ്പോലെ വാക്കുകളിലൂടെ അല്ല, മറിച്ച് സൂക്ഷ്മമായ അടയാളങ്ങളിലൂടെയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നാം അവ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നതാണ് ആ ഒരു പ്രധാന ചോദ്യം. ഈ അടയാളങ്ങൾ തിരിച്ചറിയാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മളുടെ ജീവിതത്തിലെ ആശയക്കുഴപ്പങ്ങളൊക്കെ മാറി കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവും. നിങ്ങളുടെ ഉപബോധ മനസ്സുണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഉപബോധ ഇൻഡ്യൂഷൻ എന്നൊക്കെ പറയില്ലേ, അത് ഉപയോഗിച്ചാണ് ഈ അടയാളങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭയവും ഈഗോയും മാറ്റി നിർത്തി തുറന്ന മനസ്സോടുകൂടി ഇവ കാണാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ എന്തൊക്കെയാണ് രഹസ്യം എന്നറിയണ്ടേ? ഓരോന്നാലും ഞാൻ പറഞ്ഞുതരാം. എല്ലാ കാര്യവും ശ്രദ്ധയോടെ കേൾക്കുക, വീഡിയോ മുഴുവനായിട്ട് കാണുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിലേക്ക് ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിയാനും അതുപോലെ തന്നെ കുറച്ചുകൂടെ വ്യക്തത കിട്ടും, കുറച്ചുകൂടെ എളുപ്പമാവും ജീവിതം. ഓക്കെ, ഒന്നാമത്തെ കാര്യം മനുഷ്യരിലൂടെയുള്ള സന്ദേശങ്ങളാണ്. ചിലപ്പോൾ അപരിചിതരായ ആളുകളിലൂടെ ആയിരിക്കും പ്രപഞ്ചം നമ്മളോട് സംസാരിക്കുക. നിങ്ങൾ ഒരു ഉത്തരം തേടി നടക്കുമ്പോൾ വഴിയെ പോകുന്ന ഒരാൾ പറയുന്ന വാചകമോ അല്ലെങ്കിൽ കേട്ടു നിൽക്കുന്ന ഒരു സംഭാഷണമോ നിങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകിയേക്കാം. ഈ കേവലം ഈ യാദർച്ഛികമല്ല എന്ന് നിങ്ങളുടെ മനസ്സ് പറയും. ഫസ്റ്റ് പോയിന്റ് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണ് രണ്ടാമത്തെ പോയിന്റിലേക്ക് പോകാം. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് സിൻക്രോണസിറ്റി. ഈ ഒരു കാര്യം പറയുന്നത് അവിശ്വസനീയമായുള്ള ഒത്തുചേരലുകളെയാണ് ഇങ്ങനെ വിളിക്കുന്നത്. ഒന്നിനൊന്ന് ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഒരേ സമയം സംഭവിക്കുമ്പോൾ അത് പ്രപഞ്ചം നൽകുന്ന ഒരു വലിയൊരു സൂചനയാണ്. നിങ്ങൾ ശരിയായ പാതയിലാണ് എന്ന് ഇത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഈ സിൻക്രോണസിറ്റി എന്ന് പറയുന്നത് അവിശ്വസനീയമായിട്ടുള്ള ഒത്തുചേരലുകളാണ് ഇങ്ങനെ വിളിക്കുന്നത്. ഒന്നിനോടൊന്നും ബന്ധമില്ലാത്ത കാര്യങ്ങളായിരിക്കും അത് ഒരേ സമയം സംഭവിക്കുമ്പോൾ അത് പ്രപഞ്ചം നൽകുന്ന ഒരു വലിയ സൂചനയാണ്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് അക്കങ്ങൾ, നമ്പേഴ്സ്. പലതവണ പല രീതിയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് നമ്പേഴ്സ്. ഒരേ നമ്പറുകൾ വീണ്ടും വീണ്ടും കാണുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾ ഇനി ശ്രദ്ധിക്കണം. ഉദാഹരണത്തിന് ക്ലോക്കിൽ 1111 കാണും, അല്ലെങ്കിൽ നിങ്ങൾ പോസ്റ്ററിലോ ഏതെങ്കിലും മൊബൈൽ നമ്പറൊക്കെ കാണും. 999 9999 777 7777. വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റ് 8888 ഇങ്ങനെ കാണാറില്ലേ? അപ്പോൾ ഇത് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഓരോ അക്കത്തിനും അതിൻ്റേത് അർത്ഥമുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതിനനുസരിച്ചായിരിക്കണം ഇനി നിങ്ങൾ മുന്നോട്ടേക്ക് പ്രപഞ്ചം എങ്ങനെ നയിക്കുന്നു എന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. അതിനെ നമുക്ക് പറയുന്ന പേരാണ് ഏഞ്ചൽ നമ്പേഴ്സ്. ഏഞ്ചൽ നമ്പേഴ്സിനെ കുറിച്ച് വളരെ വിശദമായി ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ഗ്രീൻ ട്രൂത്ത് ചാനലിൽ എത്തിയിട്ടുണ്ട്. കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പാട്ടുകൾ, സോങ്സ്. പെട്ടെന്നൊരു പാട്ട് നിങ്ങളുടെ മനസ്സിൽ വരികളായിട്ടോ അല്ലെങ്കിൽ റേഡിയോയിലൂടെയോ മറ്റോ ഒരു പ്രത്യേക ഗാനം കേൾക്കുകയോ ചെയ്യുമ്പോൾ അതൊരു അടയാളമാണെന്ന് മനസ്സിലാക്കുക. ആ പാട്ടിൻ്റെ വരികൾ ശ്രദ്ധിക്കണം. അതിൽ നിങ്ങൾക്കുള്ള സന്ദേശം ഒളിഞ്ഞിരിപ്പുണ്ടാവും. ഓക്കെ, പാട്ടുകളിലൂടെ പോലും പ്രപഞ്ചം നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അഞ്ചാമത്തെ പോയിന്റ് പെട്ടെന്നുണ്ടാകുന്ന ചിന്തകൾ. ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാതിരിക്കുമ്പോൾ പെട്ടെന്നൊരു ഐഡിയയോ അല്ലെങ്കിൽ ഒരാൾ വിളിക്കണമെന്ന് തോന്നലുണ്ടാകുന്നുണ്ടെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ഇടപെടലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പ്രപഞ്ചത്തിൻ്റെ ഇടപെടലാണെന്ന് മനസ്സിലാക്കണം.
നിങ്ങളുടെ ഉൾവിളി പറയുന്നതാണ് ആ ഒരു സംഭവം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. 6ാമത്തെ കാര്യം പറയുന്നു, വാക്കുകളും ബോർഡുകളും. നിങ്ങൾ റോഡിലൂടെ നടക്കുമ്പോൾ റോഡ് സൈഡിലൊക്കെ പല സൈൻ ബോർഡുകളൊക്കെ ഉണ്ടാവും അല്ലേ? അതുപോലെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾ, ഫേസ്ബുക്ക് എന്നിവയിലൂടെയൊക്കെ പ്രപഞ്ചം സംസാരിക്കും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പതുക്കെ പലതരത്തിൽ പ്രപഞ്ചം സംസാരിക്കുന്നുണ്ട്. തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളിലുള്ള ഇൻറ്റ്യൂഷൻ വെച്ചാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്. എന്താണ് പ്രപഞ്ചം അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ഒരു കാര്യം നമ്മളിപ്പോൾ നോർമലി നമ്മൾ കാണുന്നുണ്ടല്ലോ, റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ റോഡ് സൈഡിൽ സൈൻ ബോർഡ് വെച്ചിട്ടുണ്ടാകും, പതുക്കെ പോവുക. അവിടെ എന്താണ് കാണിക്കുന്നത്? പതുക്കെ പോകണം. പ്രപഞ്ചം പോലും അവിടെ നമുക്ക് പ്രോപ്പറായിട്ടൊരു കമ്മ്യൂണിക്കേറ്റ് തരുന്നുണ്ട്. നീ ഇപ്പോൾ ഓവർ സ്പീഡാണ്, സോ പതുക്കെ പോകണം. സംടൈംസ് നമ്മളത് കാണാറില്ല, ശ്രദ്ധിച്ചിട്ടുണ്ടോ? എപ്പോഴും നമ്മൾ ആ പതുക്കെ പോവുക എന്ന് നമ്മൾ കാണാറില്ല, ബട്ട് സംടൈംസ് നമ്മളത് കാണാറുണ്ട്. അപ്പോൾ നമ്മൾ സ്ലോ ആയിട്ട് പോയാൽ യു വിൽ ബി സേഫ്. 7ാമത്തെ പോയിന്റ് പറയുന്നത് സ്വപ്നങ്ങൾ. നിങ്ങൾ ഉറക്കത്തിൽ നിങ്ങളുടെ ആ ഒരു ഉപബോധ മനസ്സ് സജ്ജമായിരിക്കുമ്പോൾ പ്രപഞ്ചത്തിന് നമ്മളോട് സംസാരിക്കാൻ എളുപ്പമാവും. അപ്പോൾ ആ സ്വപ്നങ്ങളിൽ കാണുന്ന കാര്യങ്ങൾ, വ്യക്തികളും അതുപോലെ നിങ്ങൾക്ക് നൽകുന്ന നിർദ്ദേശങ്ങളും ഉറപ്പായിട്ടും ശ്രദ്ധിക്കുക. അത് സംതിങ് എന്തോ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമോ അല്ലെങ്കിൽ ഇനി നടക്കാൻ പോകുന്ന ഒരു കാര്യത്തിൽ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടാവും. അത് പ്രപഞ്ചം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. 8ാമത്തെ കാര്യം പറയുന്നു, പ്രകൃതിയിലെ അടയാളങ്ങൾ. മൃഗങ്ങൾ, പക്ഷികൾ, തൂവാലകൾ, പൂക്കൾ എന്നിവയിലൂടെയും പ്രപഞ്ചം നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. ആ ഒരു സാന്നിധ്യം ഉറപ്പുവരുത്തുന്നുണ്ട്. ഒരു തൂവൽ നിങ്ങളുടെ അരികിൽ വന്നു വീഴുന്നുണ്ടെങ്കിൽ പ്രപഞ്ചം നിങ്ങളെ സംരക്ഷിക്കുന്നു എന്ന് അടയാളപ്പെടുത്തുമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഒരു തൂവലൊക്കെ പറന്ന് നിങ്ങളുടെ അടുത്ത് വരുന്നുണ്ടെങ്കിൽ പ്രപഞ്ചം നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് ഞാനിപ്പോൾ കണ്ടുപിടിച്ചതൊന്നും അല്ല കേട്ടോ. ഒരുപാട് നാളുകൾക്ക് മുമ്പ് തന്നെ ഇത് അവർ അനുഭവിച്ച് അല്ലെങ്കിൽ ആ പ്രൊട്ടക്റ്റഡ് ആണെന്ന് പ്രപഞ്ചത്തിൻ്റെ ഒരു ഫീലിങ്സ്, ഇമോഷൻസ് ഒക്കെ കിട്ടിയിട്ടുള്ളത് കൊണ്ടാണ് പറയുന്നത്. 9ാമത്തെ പോയിന്റ് പറയുന്നത് ഉപബോധം അല്ലെങ്കിൽ ഗട്ട് ഫീലിങ്സ് പറയാം. ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത് ശരിയാണ് അല്ലെങ്കിൽ ഇത് അപകടമാണ്, ഇത് ശരിയല്ല എന്ന് തോന്നാറില്ലേ നിങ്ങൾക്ക്? ആ തോന്നലാണ് ഏറ്റവും വലിയ അടയാളം. നിങ്ങളുടെ ആ ഒരു ആന്തരികമായിട്ടുള്ള സത്യം പ്രപഞ്ചവുമായിട്ടുള്ള അല്ലെങ്കിൽ ആ പ്രപഞ്ച സത്യവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഓക്കെ, 10ാമത്തെ പോയിന്റ് പറയുന്നു വസ്തുക്കൾ. നഷ്ടപ്പെട്ട ഒരു സാധനം പെട്ടെന്ന് തിരികെ ലഭിക്കുകയോ അല്ലെങ്കിൽ ഒരു പുസ്തകം ഷെൽഫിൽ നിന്ന് താഴെ വീഴുകയോ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ആ വസ്തുവിന് അല്ലെങ്കിൽ ആ നിമിഷം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രാധാന്യമുണ്ടാകുന്നു എന്ന് കാണിക്കുന്നതാണ് ഈ ഒരു ഇൻസിഡൻറ്റ്. ഓക്കെ, 11ാമത്തെ പോയിന്റ് പറയുന്നു സാങ്കേതികമായിട്ടുള്ള തകരാറുകൾ. ഫോൺ ഹാങ് ആകുകയോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കട്ടാവുകയോ ചെയ്യുന്നത് ചിലപ്പോൾ പ്രപഞ്ചം നൽകുന്ന ഒരു ബ്രേക്ക് ആയിരിക്കാം. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നിന്ന് എന്ത് ചെയ്യണം? ഒന്ന് ബ്രേക്ക് എടുക്കണം എന്ന് കാണിക്കുന്നതാണ് യൂണിവേഴ്സ് തരുന്ന ഒരു സിഗ്നൽ. കാരണം എന്താ? ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. 12ാമത്തെ കാര്യം പറയുന്നു ശരീരത്തിലെ മാറ്റങ്ങൾ. ശാരീരികമായിട്ട് ഒരു അസ്വസ്ഥതകൾ പലപ്പോഴും മാനസികമായോ അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള പ്രശ്നങ്ങളുടെ ലക്ഷണമാവാം. നിങ്ങളുടെ ജീവിതശൈലി മാറ്റുവാനോ അല്ലെങ്കിൽ ചില ബന്ധങ്ങളിൽ നിന്ന് മാറുവാനുള്ള സൂചനയാണ് അത് കാണിക്കുന്നത്. ഓക്കെ, 13 തകർച്ചകൾ. എല്ലാം കൈവിട്ടു പോകുന്നു എന്ന് തോന്നുമ്പോൾ തളരരുത്. പലപ്പോഴും പഴയത് തകർന്നാലേ പുതിയതൊന്ന് കെട്ടിപ്പടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഇത് ജീവിതം പുതിയ രീതിയിൽ തുടങ്ങാനുള്ള പ്രപഞ്ചത്തിൻ്റെ ആഹ്വാനമാണ്. ഓക്കെ, മറക്കരുത്. 14 പറയുന്നു ഒഴുക്ക്, ഫ്ലോ. കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ നടന്നുവെങ്കിൽ നിങ്ങൾ പ്രപഞ്ചവുമായി ചേർന്ന് നിൽക്കുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. നിങ്ങൾ ശരിയായ ദിശയിലാണ് എന്ന് പ്രപഞ്ചം ഇതിലൂടെ ഉറപ്പ് നൽകുന്നുണ്ട്. ഓക്കെ, 15ാമത്തെ കാര്യം ധ്യാനം, മെഡിറ്റേഷൻ. ശാന്തമായിരിക്കുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ ശബ്ദം കൂടുതൽ വ്യക്തമായി കേൾക്കാൻ പറ്റും. ഉള്ളിലേക്ക് തിരിയുമ്പോൾ പ്രപഞ്ചം നൽകുന്ന അറിവിൻ്റെ ഉറവിടം നിങ്ങൾക്കായി തുറക്കപ്പെടും. സോ നമ്മൾ ടോട്ടൽ 15 കാര്യങ്ങൾ നോക്കി. ഈ അടയാളങ്ങളെ അമിതമായി വിശകലനം ചെയ്ത് ബുദ്ധിമുട്ടേണ്ടതില്ല. ഓക്കെ, ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഹൃദയം പറയുന്നത് കേൾക്കുക. പ്രപഞ്ചം എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. നിങ്ങളെ സഹായിക്കാനും സംരക്ഷിക്കുവാനും തയ്യാറാണ്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളെ സഹായിക്കാനും സംരക്ഷിക്കാനും പ്രപഞ്ചം തയ്യാറാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ: വിശ്വസിക്കുക, ശ്രദ്ധിക്കുക, നന്ദിയുള്ളവരായിരിക്കുക. കാരണം എന്താ, എപ്പോഴും ഞാൻ പറയാറുണ്ട്, ലിവ് ഇൻ ദ പ്രസൻറ്റ്. ഇതെല്ലാം നടക്കുന്നത് ലിവ് ഇൻ ദ പ്രസൻറ്റിലാണ്, പാസ്റ്റിലോ ഫ്യൂച്ചറിലോ അല്ല. സോ വിശ്വസിക്കുക, ശ്രദ്ധിക്കുക, നന്ദിയുള്ളവരായിരിക്കുക. ഓക്കെ,
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.